കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാവിൻ കാരുണ്യം കൈക്കൊണ്ടു കലർത്തിനായി നിന്നെ അവസാന വിധിയിൽ നീ അറിവാന്നു ഞങ്ങൾക്കും അരുളേണമേ ജ്ഞാനഭാഗ്യം. ഈശോയേ ക്രൂശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്രയതിൽ അമ്മയോടും ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ, ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ. സ്വർഗീയ മാർഗ്ഗമേ നീ ചൊരിഞ്ഞ രക്തത്തുള്ളികളാൽ രത്നങ്ങളെ ശേഖരിക്കാൻ നീ തുണയ്ക്ക നിനക്കവ കാഴ്ചവെച്ചിടാം, നീ തുണയ്ക്ക നിനക്കവ കാഴ്ചവെച്ചിടാം. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കന്മഷം കലരാത്ത കർത്താവിനെ ഒന്നാം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള വഴിയാണ് കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയുടെ ശരീരം പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ കുഴിമുഴി, പുറത്തു വഴി കണ്ണുകൾ, ദാഹിച്ചു വരുന്ന നാവ്, എന്നെ മറ്റുള്ളവർ
കരുണയ്ക്കായി ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശു ചുമന്നിടുന്നു ലോകത്തിൻ ദിനകൾ ചുമന്നിടുന്നു നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയും നീരത്തിലൂടെ. യൂതന്മാർ ഭാരമേറും ക്രൂശു തന്റെ തിരുത്തോളിലേറ്റി സോദരരെ താൻ ചുമക്കും ക്രൂശു നമ്മൾ ചെയ്ത പാപ ഭാരമല്ലയോ ക്രൂശു നമ്മൾ ചെയ്ത പാപ ഭാരമല്ലയോ നാഥായി ജീവിതത്തെ ക്രൂശുകളാം ബഹുക്ലേശങ്ങളെ മോദമോടെ കൈക്കൊള്ളുവാനും സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ. യൂതന്മാർ ഭാരമേറും ക്രൂശു തന്റെ തിരുത്തോളിലേറ്റി സോദരരെ താൻ ചുമക്കും ക്രൂശു നമ്മൾ ചെയ്ത പാപ ഭാരമല്ലയോ ക്രൂശു നമ്മൾ ചെയ്ത പാപ ഭാരമല്ലയോ നാഥായി ജീവിതത്തെ ക്രൂശുകളാം ബഹുക്ലേശങ്ങളെ മോദമോടെ കൈക്കൊള്ളുവാനും സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ സഹിക്കാനും ഞങ്ങളെ നീ ശക്തരാക്കണേ. രണ്ടാം സ്ഥലം ഈശ്വരനെ കുറിച്ചുമാകുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറെ കുറിച്ചുമെന്നുകൊണ്ട് അവിടെ മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ. ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിസ്സബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസമാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശുമെന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം സുമക്കുന്നവരെയും ആശ്രയിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കാനും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ കാരത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു. കൈയോകൾ നിറയും പേരുവഴി തൃപ്പാദം കല്ലിന്മേൽ തട്ടി മറിഞ്ഞു. സിംഹിടം വാർന്നൊഴുകി. വാനവരെല്ലാം വാനവരെല്ലാം താഴ്ത്തുണച്ചിടുവാൻ അഴുതാപൂർണ്ണ ചുടുകണ്ണുനീർപ്പോടെ അടങ്ങുന്ന മുന്നിൽ ഞങ്ങൾ Incoming call from Sarala Home Nurse Sarala Madama identified by true caller. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധകൂട്ടുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശ് തലച്ചെടുത്ത ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാപനം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ സംസ്കരിച്ചു. അന്ന് നിന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡനം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസ വഴി ഞങ്ങൾ അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മനുഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധതയും മാതാവേ, ക്രൂശനായ കർത്താവിന്റെ മുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സത്യമാകത്തിൻ ദിവ്യകാന്തി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹ പ്രകാശകാരം നിന്നെ ചുമക്കേണം
കാക്കി തീർക്കണേ. സ്വർഗീയ രാജാവിന്റെ ജാതൻ ക്രൂശാസ്വർഗമേറിയപ്പോ ഞങ്ങളുമേ ക്രൂശുവഴി സ്വർഗവാഴും നിൻതൃപ്പാദം ചേരാൻ തുടങ്ങാം. സ്വർഗവാഴും നിൻതൃപ്പാദം ചേരാൻ തുടങ്ങാം. ലോകത്തിലാഞ്ഞു വീശി സത്യമം നാഗത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം ഞങ്ങൾ ചെയ്ത പുണ്യയാത്രയിൽ വന്നു പോയ തെറ്റുകളെ നീക്കിയതു നിന്റെ പുത്രനിഷ്ടമുള്ള കാക്കി തീർക്കണേ. നിന്റെ പുത്രനിഷ്ടമുള്ള കാക്കി തീർക്കണേ. സ്വർഗീയ രാജാവിന്റെ ജാതൻ ക്രൂശാസ്വർഗമേറിയപ്പോ ഞങ്ങളുമേ ക്രൂശുവഴി സ്വർഗവാഴും നിൻതൃപ്പാദം ചേരാൻ തുടങ്ങാം. സ്വർഗവാഴും നിൻതൃപ്പാദം ചേരാൻ തുടങ്ങാം. നാഥന്റെ ദിവ്യ ലോകത്തീയമാകത്തിൻ ദിവ്യകാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നീ
Incoming call from Surala Home near Surala Madama identified by Truecaller. Praise
ഈശ്വരനായ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ട ഷാജേച്ച, ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഒരു ദുഃഖത്തിന്റെ കഥ പറഞ്ഞ് ആരംഭിക്കാം. ഈശോയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സോക്രട്ടീസ് എന്ന് പറഞ്ഞ തത്വശാസ്ത്രത്തിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളിൽ കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും. തത്വശാസ്ത്രത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന സോക്രട്ടീസ്. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പ്ലേറ്റോയെ പോലെ ഒരുപാട് ശിഷ്യന്മാർ. എന്നാൽ സോക്രട്ടീസിന്റെ ചാക്കിന്റെ ചാക്കായ ഒരു ശിഷ്യനുണ്ട്. അയാളുടെ പേരാണ് ക്രിപ്റ്റോ. ഈ സോക്രട്ടീസിന് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹം ആരുടെയും മുഖം നോക്കാതെ പറയാനുള്ളത് പച്ചയ്ക്ക് പറയും. അങ്ങനെയുള്ളവർക്ക് പൊതുവെ ശത്രുക്കളാണല്ലോ കൂടുതൽ. സോക്രട്ടീസിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം നാൽപ്പവയിലേക്ക് ഇറങ്ങി ഈ രാഷ്ട്രീയക്കാരെയൊക്കെ അദ്ദേഹം അടച്ചാക്ഷേപിക്കുകയാണ്. ഒരുപാട് കുറവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിൽ കൂടുതലായ രാഷ്ട്രീയ നേതാക്കന്മാർ അണികളെ ഇളക്കി വിടുകയാണ് സോക്രട്ടീസിനെതിരെ. ഇങ്ങനെ ഈ അണികൾ സോക്രട്ടീസിനെ കല്ലെറിയാൻ ആരംഭിച്ചു. വലിയ മുഴുത്ത കല്ലുകൾ കൊണ്ട് സോക്രട്ടീസിനെ എറിയുകയാണ്. ഈ സമയത്ത് സോക്രട്ടീസിന്റെ അന്വശിഷ്യനായ ക്രിപ്റ്റോ ഗുരുവിനെ തപ്പേറുകയാണ്. കുറെ സമയത്ത് ഗുരുവിനെ കാണുന്നില്ല. അപ്പൊ സോക്രട്ടീസിനെ ഗുരു എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഭയാനകമാണ്. തന്റെ ഗുരുവിനെ ജനക്കൂട്ടം കല്ലുകൾ കൊണ്ട് എറിയുകയാണ്. അതിബുദ്ധിമാനായ ക്രിപ്റ്റോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഈ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് ജനക്കൂട്ടം തിരിച്ചറിഞ്ഞാൽ അടുത്ത ഏത് തനിക്ക് കിട്ടും. സമർത്ഥനായ ക്രിപ്റ്റോയ്ക്ക് മനസ്സിലായി താൻ സോക്രട്ടീസിന്റെ ശിഷ്യനാണെന്ന് ജനം അറിഞ്ഞാൽ കൊല്ലപ്പെടും. അതുകൊണ്ട് ക്രിപ്റ്റോ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? സോക്രട്ടീസിന്റെ ശിഷ്യനല്ല എന്ന് കാണിക്കാൻ വേണ്ടി വഴിയരികിൽ നിന്ന് സൂര്യകാന്തി പൂ പറിച്ചെടുത്ത് കല്ലുകളെന്ന ഭാവനെ ഗുരുവിനെ എറിഞ്ഞു. ഗുരുവിന്റെ തടി കേടാവൂല, തന്റെ തടി രക്ഷപ്പെടുകയും. വഴിയരികിൽ നിന്ന് സൂര്യകാന്തി പൂ പറിച്ചാണ് എടുത്തത്. അതുകൊണ്ട് വലിയ വേദന വരില്ലല്ലോ. ഏതുകൊണ്ട് അവസാനം സോക്രട്ടീസ് വീണു. ചോര വാങ്ങുന്ന വഴിയാണ്. ജനക്കൂട്ടം അയാളെ മരിച്ചത് കരുതി പോയി. ചോര വാങ്ങുന്ന കിടക്കുന്ന ഗുരുവിന്റെ അടുത്തേക്ക് പതിയെ ക്രിപ്റ്റോ വരികയാണ്. ക്രിപ്റ്റോ വന്നിട്ട് ചോദിക്കും, ഗുരുവെ എന്തെങ്കിലും പറ്റിയോ? വളരെ ദയനീയ മുഖത്തോടെ സോക്രട്ടീസ് ക്രിപ്റ്റോയെ നോക്കി പ്രകാരം പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ക്രിപ്റ്റോ ശത്രുക്കളെറിഞ്ഞ കല്ലുകളൊന്നും എന്നെ വേദനിപ്പിച്ചില്ല. പക്ഷെ കല്ലുകളെന്ന ഭാവന നീരുന്ന സൂര്യകാന്തി പൂവുണ്ടല്ലോ, അതിനെ ഒരുപാട് വേദനിപ്പിച്ചതാണ്. ക്രിപ്റ്റോ ശത്രുക്കളെറിഞ്ഞ കല്ലുകളൊന്നും എന്നെ വേദനിപ്പിച്ചില്ല. പക്ഷെ കല്ലുകളെന്ന ഭാവന നീരുന്ന സൂര്യകാന്തി പൂവുണ്ടല്ലോ, അതിനെ ഒരുപാട് വേദനിപ്പിച്ചു. അച്ഛനുറപ്പാണ്. ബൈബിളിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈശോ യൂദാസിനെ നോക്കി പറയുകയാണ്, യൂദാസേ, റോമൻ പടയാളികൾ ആഞ്ഞു വീശ ചാട്ടവാറുകളൊന്നും വേദനിപ്പിച്ചില്ല. പക്ഷേ സ്നേഹിക്കുന്നവന് ഭാവേന നീ നൽകിയ ചുംബനം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. യൂദാസേ, റോമൻ പടയാളികളുടെ ചാട്ടവാറുകളൊന്നും വേദനിപ്പിച്ചില്ല. പക്ഷേ സ്നേഹിക്കുന്നവന് ഭാവേന നീ നൽകിയ ചുംബനം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ശരി, സ്നേഹിക്കുന്ന ഭാവേന ഗുരുവിനെ കൊച്ചി. പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, ഒരു ഇരുട്ടിന്റെ മറവിൽ പരിചാരകയുടെ മുമ്പിൽ നീ എന്നെ തള്ളി പറഞ്ഞു. അച്ഛന്റെ മനസ്സിൽ ഷാജേച്ചിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് നിങ്ങളോട് പറയുന്നത്? യൂദാസിനും പത്രോസിനും പറ്റിയ അതേ അബദ്ധം ഇന്ന് നമുക്കുണ്ട്. എന്താണെന്നറിയോ? ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈശോ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അച്ഛനത് പറയാൻ കാരണം അച്ഛന്മാരുടെ നോമ്പുകാല ധ്യാനം അതിലൂടെ പള്ളിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ പാരമ്പര്യമുള്ള പള്ളിയാണ്. 3000-ത്തിനടുത്താണ് വീട്ടുകാർ. അച്ഛന്മാരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു ധ്യാനമായിരുന്നു ഈ അതിനുപോലെ എത്രയോ രൂപ
വലിയ ജനസമൂഹം. പ്രിയപ്പെട്ടവരെ, ധ്യാനം തുടങ്ങാൻ നേരത്ത് അച്ഛൻ ഏത് പള്ളിയിൽ പോയാലും ചെയ്യുന്ന ഒരു ശുശ്രൂഷയുടെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പള്ളി പരിസരവും ഇങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിക്കും. അന്ന് വിശ്വാസോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തെ വിശ്വാസോത്സവമാണ് അവിടെ. രാവിലെ കുട്ടികൾ വരും, ഉച്ചകഴിഞ്ഞ് പോകും. പച്ചമാര് വ്യഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3:45 3-4 പെൺകുട്ടികളും കുട്ടികളും പോവാണ്. പച്ചയിങ്ങനെ ഓടാനായിട്ട് അന്നാവണ്ണം വ്യഞ്ചരിച്ച് ഇങ്ങനെ തനിച്ചു പോകുമ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ്, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലാത്തോ. വിശ്വാസോത്സവത്തിന്റെ ഒരു ദിവസം ഞങ്ങളുടെ പാട്ടുകാർ, അച്ഛൻ്റെ പാട്ടുകാർ കുട്ടികൾ വൈകുന്നേരം വരുന്നില്ല, ധ്യാനത്തിന് വരുന്നില്ല. ആരും വിശ്വാസോത്സവം കഴിഞ്ഞ് പോവാണ്. അവിടെ അച്ഛന്മാരുടെ പാട്ടുകാരാണെന്ന് കുട്ടികൾ പറഞ്ഞു. +2 പഠിക്കുന്ന 2-3 പിള്ളേർ വിശ്വാസോത്സവം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇങ്ങനെ പറയുകയാണ്, നമുക്ക് പോയി 2 ബീർ അടിച്ചിട്ട് വരാം. വിശ്വാസോത്സവം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം. ആരാണ് ഈശോയെ മനസ്സിലാക്കുന്നത്? നമ്മൾ കുറെ പൊയ്മുഖങ്ങൾ ഇങ്ങനെ അണിയുന്നത് ഈശോ നമുക്ക് ശരിയാക്കി. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് വേദനിക്കുന്നറിയോ? നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ഈശോ കുരിശിൽ മരിച്ചതിന്റെ വേദന. അച്ഛൻ ചോദിക്കട്ടെ, ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ ദുഃഖം എന്താണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈശോയുടെ ദുഃഖം നിങ്ങൾക്ക് എന്നെ അറിഞ്ഞു, അതാണ് ഈശോയുടെ ദുഃഖം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ? എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നതാണ്. എന്നെ മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല. ധ്യാനത്തിലേക്ക് കണ്ടുമുട്ടിയ ദമ്പതിമാർ, 2 പേരും നന്നായി അധ്വാനിച്ച് ജീവിക്കുന്ന ദമ്പതിമാര്, 2-3 മക്കൾ. പക്ഷെ ഭർത്താവ് ചതിച്ചു, വേറെ ബന്ധം, ആ വീടിന്റെ ബന്ധം. ഈ സ്ത്രീ കരനോട് പറയും, അച്ഛനറിയോ 2 ആഴ്ചയിൽ എന്നെ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അച്ഛൻ. എന്റെ ഭർത്താവിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ശരീരവും മനസ്സും ഞാൻ അയാൾക്ക് കൊടുത്തതാണ്, പക്ഷെ അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ വേദനയാണ് ഈ സുവിശേഷങ്ങൾ മുഴുവനും പറയുന്നത്. അതിനുവേണ്ടി അച്ഛൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചെയ്യുന്ന മാർക്കോസിന്റെ സുവിശേഷമാണ്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16 അധ്യായങ്ങളുണ്ട്. അതിൽ 8-ാം അധ്യായത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നു. വലിയൊരു സംഭവം. അന്ധന് കാഴ്ച കൊടുക്കുന്നതാണ്. അതായത് ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ ഒറ്റ സ്പർശനം കൊണ്ട് എല്ലാവരും ഹീൽ ചെയ്യപ്പെടും. ഏത് രോഗിയാണെങ്കിലും എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ഈശോയുടെ തൊട്ടാൽ മതി സൗഖ്യം പ്രാപിക്കും. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്ന അന്ധൻ ഈശോയുടെ ഒരു സ്പർശനം കൊണ്ട് സുഖപ്പെടുന്നില്ല. ഈശോയുടെ അടുത്ത് ആളുകൾ കൊണ്ടെന്ന് പറയും, ഈശോ ഇവരെ സുഖപ്പെടുത്തണമേ. ഈശോയുടെ തലയെ കൈവച്ച് തുപ്പലുകൾ കൊണ്ട് കണ്ണിൽ പുരട്ടിയിട്ട് ചോദിക്കും, നീ എന്തു കാണുന്നു? പറയും, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ മരങ്ങളെ പോലെ ഇരിക്കുന്നു. അവന്റെ കാഴ്ച ക്ലിയറല്ല, ആണോ? അവ പറയാണ്, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ എങ്ങനെയാണ്? മരങ്ങളെ പോലെ ഇരിക്കുന്നു. പിന്നെ 2ാമത് ഈശോ തൊടുമ്പോഴാണ് അവർ കുറച്ചെങ്കിലും കാഴ്ച കിട്ടുന്നത്. നിങ്ങൾക്കറിയോ, മാർക്കോസ് പറയുകയാണ്, ഇത് അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയാണ് ഈ അന്ധൻ. ഈശോയെ അനുഗമിച്ച ജനക്കൂട്ടത്തിന്റെ പ്രതിനിധിയാണ് ഈ അന്ധൻ. ഈ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് ഈ അന്ധൻ. ഈശോയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ എല്ലാവരുടെയും പ്രതീകമാണ് ഈ അന്ധൻ. നിങ്ങൾക്കറിയോ, മാർക്കോസിന്റെ സുവിശേഷം മുഴുവനും ഒറ്റ ചോദ്യത്തിനുള്ള ആൻസറാണ്. ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിനുള്ള ആൻസറാണ് മാർക്കോസിന്റെ സുവിശേഷം. ആ ചോദ്യം ഇതാണ്, ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? ഈശോ ആരാണ് എന്ന ചോദ്യം. ആൻസർ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം തുറന്നത്. മാർക്കോസ് 1:1 ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. പറയാമോ? യേശു ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഈ രോഗങ്ങൾ സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച കൊടുത്തും ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിങ്ങനെ തന്നെ
ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണ് ആൻസർ? ഏലിയാണെന്നും ജെറമിയാണെന്നും പ്രവാചകന്മാരിൽ ഒരുവരാണെന്നും. ആൻസർ ക്ലിയറാണോ? ആൻസർ കറക്റ്റ് അല്ല. ഈശോ ആരാണെന്ന ചോദ്യത്തിന് പറയേണ്ട ആൻസർ ദൈവപുത്രൻ എന്നാണ്. പക്ഷെ അവർ പറയുന്നതാണ് ഏലിയ, ജെറമിയ. അന്തരകാര്യം പറഞ്ഞവരെ മനുഷ്യരെ കാണുന്നു, പക്ഷെ എങ്ങനെ ഇരിക്കുന്നു? മരങ്ങളെ പോലെ ഇരിക്കുന്നു. ഈശോയെ കാണുന്നുണ്ട്, പക്ഷെ അറിയില്ല, ആരാണെന്ന് വ്യക്തമാകുന്നു. ഇത്രയും ഈശോ പറഞ്ഞു കാട്ടിക്കൊടുത്തിട്ട് മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാമോ, പത്രോസ് ആവേശത്തിൽ പറയുന്നതാണ് നീ ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്. പത്രോസ് പറഞ്ഞത് മനസ്സിലാക്കിയിട്ടാണോ? ആണോ? അല്ല, മനസ്സിലാക്കിയിട്ടൊന്നും വെറുതെ പറഞ്ഞത്. നിങ്ങൾക്കറിയോ, അച്ഛന്റെ ധ്യാന ശുശ്രൂഷയിൽ ഒരുപാട് പേരെ കാണാറുണ്ട്. അതിൽ ചിലരുടെ വേദന എന്താണെന്നറിയാമോ? അച്ഛൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പള്ളി പോകുന്നില്ല. കഴിഞ്ഞിട്ട് ഒരു മകളെ കണ്ടു, 1 വർഷമായി കുമ്പസാരിച്ചിട്ടില്ല, 6 മാസമായി പള്ളി പോകുന്നില്ല. ഈശോയുടെ കഴിഞ്ഞ കാരണം ചോദിച്ചത് കിട്ടിയിട്ടില്ല. സ്നേഹമുള്ളവരെ, ഇതേ ഒരു അവസ്ഥയിലല്ല നമ്മുടെ അച്ഛൻ പറഞ്ഞത്. നമ്മൾ ഈശോയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പത്രോസ് പറഞ്ഞെങ്കിലും പത്രോസ് വെറുതെ പറഞ്ഞതാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, പത്രോസേ, നീ പറഞ്ഞത് വെറുതെ ഒരു തോന്നലാണ്, ഈ സൗഭാഗ്യങ്ങൾ കണ്ടിട്ടാണ് നീ പറയുന്നത്. പക്ഷെ നീ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാൻ ദൈവപുത്രനാണ്. പക്ഷെ എങ്ങനെയുള്ള ദൈവപുത്രനാണ്? പീഡിപ്പിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനാണ്. ഈശോ പറയുന്നത് സഹനത്തെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ മാർക്കോസിന്റെ സുവിശേഷം അവസാനിക്കാറായി 15-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇപ്രകാരം ഈശോ കുരിശിൽ കിടന്ന് മരിക്കുന്നത് കണ്ട് ശതാധിപനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഈശോ ഇങ്ങനെ കുരിശിൽ പടഞ്ഞ് മരിക്കുകയാണ്. അതിനുള്ള ശത്രുക്കളോട് ക്ഷമിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ താഴെ നിൽക്കുന്ന അപ്പോസ്തലന്മാർ എല്ലാവരും യോഗനാണ്, പരിശുദ്ധ അമ്മയെ കാണും, വേറെ പറഞ്ഞ അനുകൂട്ടമുണ്ട്. പക്ഷെ ആർക്കും കിട്ടുന്നില്ല. ശതാധിപൻ എന്താ പറയുന്നത്? ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഈശോ ദൈവപുത്രനാണ് തിരിച്ചറിയുന്നപ്പോഴാണ്, ഈശോയുടെ സഹനങ്ങൾ കണ്ടപ്പോഴാണ്. ആണോ? സൗഭാഗ്യങ്ങൾ കാണുമ്പോഴല്ല നമ്മൾ ദൈവികരാകുന്നത്, സഹനങ്ങളുള്ളപ്പോഴാണ്. സഹനങ്ങളാണ് ഒരു വ്യക്തിയെ ദൈവിക മനുഷ്യനാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ അന്ധനെ പോലെയാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ എന്നൊന്ന് തുടരാമെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ, നിന്നെ ഒന്ന് സ്നേഹിക്കാൻ, എന്ത് സഹനം വന്നാലും ചേർന്ന് നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട, നിങ്ങൾക്കറിയാമോ, ഈശോ ഈ സഹനം മുഴുവൻ ഏറ്റെടുക്കാണല്ലോ. ആ പാനപാത്രം അവസാനം മട്ടുവരെ കുടിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം എന്താണെന്നറിയോ? ഈ ഗോൽഗോഥായിൽ, അതായത് ഗാഗുൽത്തായിലെത്തുമ്പോൾ ഈശോയ്ക്ക് മീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തുന്നത് വായിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചു. അതാണ് മീറ കലർത്തിയ. രുചിച്ചു, പക്ഷെ കുടിച്ചില്ല. എന്തിനാണ് മീറ കലർത്തിയ വീഞ്ഞ് കൊടുത്തത്? നിങ്ങൾക്കറിയോ? മീറ കലർത്തിയ വീഞ്ഞ് സെഡക്ഷനാണ്, പെയിൻ കില്ലറാണ്. അന്നത്തെ രീതി അനുസരിച്ച് ഈ ഗാഗുൽത്തായിലെത്തുന്ന ഈ കൊലയാളിയെ കുരിശിൽ കയറ്റി കൊല്ലും മുമ്പ് ഒരു മാനസിക പരിഗണന, എന്താ പറയുമോ, ഒരു സെഡക്ഷൻ കൊടുക്കും, ചെറിയൊരു വേദന സമ്പാദിക്കും. ഈ വേദന അറിയാതിരിക്കാൻ വേണ്ടി ഈശോയ്ക്ക് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷേ ഈശോ നിരസിച്ചു. ഈശോ സഹനം മുഴുവൻ ഏറ്റെടുത്തു. പിതാവ് തന്ന പാനപാത്രം ഞാൻ അത് ഏറ്റെടുത്തു, മുഴുവനും കുടിക്കാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജീവിതത്തിൽ തരുന്ന സഹനങ്ങളാണ് ഈശോ നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കുന്നതിന്റെ അടയാളം. അച്ഛനെ ആൾക്കാരെ നിങ്ങളോട് പറയട്ടെ, സൗഭാഗ്യങ്ങളല്ല ഒരു വ്യക്തി ഈശോ സ്നേഹിക്കുന്നതിന്റെ അടയാളം. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
നമുക്കറിയാം യൂദാസിനോടും പത്രോസിനോടും ഈശോ പറഞ്ഞു, അല്ലേ, നിങ്ങളെ തള്ളി പറയുന്നത്. യൂദാസിന് തിരുത്താൻ അവസരം ഉണ്ടായിട്ട് പറ്റിയില്ലല്ലോ, തൂങ്ങിച്ചെന്നു. പത്രോസിന് കിട്ടുകയാണ്. അച്ഛനൊരു സംഭവം പറയാം. ഇത് ബൈബിളിലില്ല, പക്ഷെ പാരമ്പര്യത്തിലുള്ളതാണ്. ക്വവാദീസ് എന്നാണ് പറയുന്നത്. ആ സംഭവത്തെ ആസ്പദമാക്കി നാടകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ക്വവാദീസ്. ക്വവാദീസ് എന്ന് പറഞ്ഞാൽ വേർ ആർ യു ഗോയിങ്. നിങ്ങൾക്കറിയാമോ, ഈ റോമിൽ പീഡനം ശക്തിപ്പെട്ടു. അതായത് ക്രിസ്ത്യാനികളെ റോമൻ ചക്രവർത്തിമാർ തെരഞ്ഞു പിടിച്ചിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കൊളോസേത്തിൽ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുന്നു, മൃഗങ്ങളെ വിശന്നിരിക്കുന്നു, മൃഗങ്ങളോട്ട് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ പീഡനം വർദ്ധിച്ചപ്പോൾ റോമിലെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ പത്രോസിനോട് പറഞ്ഞു, അങ്ങ് ഇവിടെ നിൽക്കേണ്ട, പോയിക്കോ, രക്ഷപ്പെട്ടു. അങ്ങാണ് സഭയെ നയിക്കുന്നത്. സഭയുടെ പ്രഥമ മാർപ്പാപ്പയെ അങ്ങ് ഇവിടെ നിൽക്കരുത്. അങ്ങ് കൊല്ലപ്പെട്ടാൽ സഭ ചിലപ്പം തകർന്നു പോകും. അതുകൊണ്ട് അങ്ങ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിക്കൊള്ളാൻ വിശ്വാസികൾ നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധത്താൽ പത്രോസിനെ ഓടിപ്പോവുകയാണ്. എന്നിൽ നിന്ന് പീഡനത്തിൽ നിന്ന്, കുരിശ് മരണത്തിൽ നിന്ന് പത്രോസ് ഓടിപ്പോവുകയാണ്. പത്രോസ് ഇങ്ങനെ ഓടിപ്പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ നാട് നടന്നു വരുന്നത് കാണുകയാണ്. മനസ്സിലാകുന്നില്ല. അടുത്തെത്തുമ്പോൾ കർത്താവാണ്, മുഴുകിയാണ് കർത്താവ്. പത്രോസ് ചോദിക്കും, ഞാൻ ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ വേണ്ടി റോമിലേക്ക് പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി കുരിശിൽ മരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് പത്രോസിന് ബോധോദയമുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാനിതാ നിനക്കായി മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് പത്രോസ് തല കീഴായി കുരിശിൽ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ നോടി ഒഴിക്കരുത്, സഹനങ്ങളിൽ നോടി ഒഴിക്കരുത്. കർത്താവ് അറിഞ്ഞു തരുന്ന പാനപാത്രം അവസാനം മട്ടുവരെ കുടിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ അച്ഛനെ കാണാൻ വന്നൊരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ അച്ഛനുണ്ട്, അച്ഛാ, ജീവിതത്തിൽ ഒരുപാട് വേദനകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, കഷ്ടപ്പാട്, സാമ്പത്തിക പ്രതിസന്ധി, ഇതെല്ലാം മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? അമ്മച്ചി പറഞ്ഞു, 4 കൊന്ത, 3 കരണ്ട കൊന്ത, കുരിശിന്റെ വഴി, പിന്നെ ഒരുപാട് മാതാവിന്റെ കണ്ണിന്റെ പ്രാർത്ഥന. ചോദിച്ചു, ഇതാണ് പറയുന്നത്, കുരിശിന്റെ വഴിയോ? അതെ. ഞാൻ അമ്മച്ചി ചോദിച്ചു, എന്റെ പൊന്ന അമ്മച്ചി, സഹനമാകാൻ ആരെങ്കിലും കുരിശിന്റെ വഴിയുള്ളൂ? രോഗം മാറാൻ കുരിശിന്റെ വഴി ചൊല്ലരുത്. കടബോധം മാറാൻ കുരിശിന്റെ വഴി ചൊല്ലരുത്. എന്താണ് ഓരോ കുരിശിന്റെ വഴി അവസാനമാണെന്ന് ചൊല്ലുന്നത്? തുലാവർഷത്തിൽ വന്നാല് എന്താണ്? കർത്താവെ അനുഗ്രഹിക്കണമേ, മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ. ഏത് കർത്താവിന്റെ? ക്രൂശനായ കർത്താവിന്റെ ഒരു വികാരം എന്തായിരിക്കും? സന്തോഷം ആണോ? ക്രൂശനായ കർത്താവിന്റെ വികാരം എന്താണ്? അതികഠോരമായ വേദനയായിരിക്കല്ലേ? നമ്മൾ ഓരോ കുരിശിന്റെ വഴിയിൽ സഹനം ചോദിച്ചു വാങ്ങുകയാണോ? ആണ്. അർത്ഥമറിയാതെ ചൊല്ലില്ലേ സിസ്റ്റേഴ്സ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർത്ഥമറിയാതെ ചൊല്ലിക്കൊണ്ട് വന്നു ഒന്നും ചൊല്ലി. കർത്താവ് അനുഗ്രഹിക്കുന്നേ, മാതാവേ, എങ്ങനെ ഉറപ്പിക്കണം? പതിപ്പിച്ചുറപ്പിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ പതിപ്പിച്ചുറപ്പിക്കുന്നത് എങ്ങനെയാണ്? അടിച്ചുറപ്പിക്കണം എന്നാണ്. ആണോ? തൂക്കക്കാരാണോ പറയുന്നത്? പതിപ്പിച്ചുറപ്പിക്കണം. എങ്ങനെയുള്ള കർത്താവിന്റെ തിരുമുറിവുകൾ? രോഗമാണോ? കഷ്ടപ്പാടാണോ? സഹനം ചോദിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നത്. അമ്മച്ചി എന്നോട് പെട്ടെന്ന് പറയും, അയ്യോ അച്ഛൻ ഇനിയും കുരിശിന്റെ വഴി ചോദിക്കില്ല. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി കുരിശിന്റെ വഴി ചൊല്ലിക്കോ. അത് സഹനം മാറാനല്ല, സഹനത്തെ നേരിടാനുള്ള ആത്മശക്തി കിട്ടാനാണ്. ആണോ? കുരിശിന്റെ വഴി ചൊല്ലുന്നത് സഹനം മാറാനല്ല, സഹനത്തെ ഏറ്റെടുക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്രൂശനായ കർത്താവിനോട് താതാത്മ്യപ്പെടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, തെറ്റിദ്ധാരണകൾ, രോഗങ്ങൾ, വേദനകൾ എല്ലാം ഏറ്റെടുക്കാനുള്ള ആത്മബലം തരട്ടെ. നിങ്ങൾക്കറിയാവോ, വിശ്വാസ ത്യാഗം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് എല്ലാവരും അറിയിക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ സമർത്ഥമായി ആശംസിക്കുന്നു. നന്ദി നിങ്ങളോടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പുസ്തകങ്ങളിൽ